നമസ്കാരം. 3 മിനിറ്റിൽ 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് കേരളത്തിലെ ആന്റി ക്രൈസ്തവരായ കാസ പോലുള്ള തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ആളുകളോട്, അല്ലെങ്കിൽ അതുപോലെ സംഘടനയിലില്ല പക്ഷെ ക്രിസംഗിസമുണ്ട്, ആന്റി ക്രൈസ്തവ കാര്യങ്ങളിൽ ക്രിസംഗിസ്തമുള്ള ആളുകളോട് ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീയായ ഒരു അമ്മയെ ഒരു ജൂത മതത്തിൽപ്പെട്ട ഒരു തീവ്രവാദി വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ആ അമ്മയെ അടിച്ച് നിലത്തിട്ടു. അവർക്ക് സാരമായ പരിക്കേറ്റു. അതൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ. എന്തുകൊണ്ട്? ഞാൻ ആദ്യമേ കാര്യം പറഞ്ഞു, ആന്റി ക്രൈസ്തവരാണ് നിങ്ങൾ. ഇവിടെയുള്ള കാസ, അതുപോലെയുള്ള കാസാ സംഘടനയും അതുപോലെ ക്രിസംഗി തീവ്രവാദവും പ്രചരിപ്പിക്കുന്നവർ ആന്റി ക്രൈസ്തവരാണെന്ന് പറയാനുള്ള കാരണമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒരു വാക്ക് മിണ്ടിയോ? BJP സർക്കാർ മണിപ്പൂരിൽ 2 കന്യാസ്ത്രീ അമ്മമാരെ പിടിച്ചോണ്ട് പോയപ്പോൾ ഒരു വാക്ക് മിണ്ടാത്ത നിങ്ങൾ ഇതിലും ഒരക്ഷരം മിണ്ടിയില്ല. എന്തേ? ക്രൈസ്തവരെ ഉദ്ധരിക്കണ്ടേ? അവരെ, ആ അമ്മയെ അടിച്ചപ്പോൾ ആ യഹൂദനായ അവൻ ആ കന്യാസ്ത്രീയായ അമ്മയെ അടിച്ച് നിലത്തിട്ടപ്പോൾ ഇവിടെ സംസാരിച്ചത് ആരാണ്? പ്രതികരിച്ചത് ആരാണ്? നോക്കിയോ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ക്രൈസ്തവരെ ഉദ്ധരിക്കാനാണെന്നല്ലോ നിങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടിയില്ല? അപ്പോ നിങ്ങളുടെ ഉദ്ദേശം ക്രൈസ്തവരുടെ ഉന്നമനമോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നന്മയോ അല്ല, അല്ലെ? നാശം മാത്രമാണ്. മുസ്ലിം വിരോധത്തിൽ, ഇസ്ലാമോഫോബിയിൽ അടിയുറച്ച് ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അല്ല, ക്രൈസ്തവരെ ഉദ്ധരിക്കാൻ നിങ്ങൾ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഇനി മേലാൽ ക്രൈസ്തവരുടെ കാര്യം പറഞ്ഞ് മേലാൽ വരരുത്. ഇനി രണ്ടാമത്തെ കാര്യം, അമേരിക്കയിൽ നടന്ന സംഭവമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാർപ്പാപ്പ ലിയോ, അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തു. അമേരിക്കക്കാരനായ അദ്ദേഹം വലിയൊരു കാര്യം ചെയ്തു. അതായത് ട്രംപിനിട്ട് സൂപ്പർ അടി കൊടുത്ത പോലെ ആയിപ്പോയി. ട്രംപ് കുറെ നാളായിട്ട് ഈ മാർപ്പാപ്പ ഇട്ട് കളിയാക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്യാണല്ലോ. അതിന് സൂപ്പർ പണി ഇപ്പോ മാർപ്പാപ്പ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയിലെ കുടിയേറ്റക്കാരനായ ഒരാളെ അമേരിക്കയുടെ ബിഷപ്പാക്കി മാറ്റി. എങ്ങനെയുണ്ട്? സൂപ്പർ പണിയല്ലേ? ഇതിനെക്കാട്ടും വലിയ പണി ആ ഭാഗത്തുനിന്ന് ട്രംപിന് കിട്ടാനില്ല. അമേരിക്കക്കാരനല്ലാത്ത കുടിയേറ്റക്കാരനായ ഒരു മനുഷ്യനെ അമേരിക്കയുടെ ബിഷപ്പാക്കി മാറ്റി നമ്മുടെ പ്രിയപ്പെട്ട ലിയോ മാർപ്പാപ്പ. എങ്ങനെയുണ്ട്? അത് സൂപ്പർ വാർത്തയല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം, അമേരിക്കക്കാർ മുഴുവനായിട്ട് ഇപ്പോ ട്രംപിനെ എതിർത്ത്, അതായത് അമേരിക്കയിലെ 69% ആളുകളും പറയുന്നത് ഇറാൻ യുദ്ധം മണ്ടത്തരമാണ്, ട്രംപിന്റെ മണ്ടത്തരമാണ്. ബാക്കി 31% പറയുന്നു അമേരിക്ക പരാജയമാണെന്ന്. അപ്പോ ടോട്ടലി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള തിന്മകൾ, ഈ ആന്റി ക്രൈസ്തവ സംഘടനയുടെ കാര്യമാണെങ്കിൽ പോലും, ട്രംപിന്റെ തിന്മകളാണെങ്കിൽ പോലും, എല്ലാം ചെന്ന് വീഴുന്നത് പരാജയത്തിലേക്കാണ്. അട്ടർ ഫ്ലോപ്പ് പരാജയത്തിലേക്കാണ് ഇവരെത്തിയിരിക്കുന്നത്. അതായത് ലോകം മുഴുവൻ നാണം കെടുകയും അതുപോലെ തന്നെ ഇവരുടെ അസ്തിത്വം, ഇവരുടെ അടിസ്ഥാനം എന്താണെന്ന് ലോകം മനസ്സിലാക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളിലൂടെ. അപ്പൊ ക്ഷമിക്കണം, 3 മിനിറ്റ് എന്നുള്ളത് 4 മിനിറ്റ് ആയി. എങ്കിലും ചില കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നും. നന്മയെ മാത്രം വിജയിക്കൂ, തിന്മ ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ?